തിരുവനന്തപുരം വഴയിലേക്ക് സമീപം മുക്കോല മെയിൻ റോഡ് സൈഡിലായിട്ട് എം സാൻഡോ പി സാൻഡോ പാറപ്പൊടി ഒന്നും ഉപയോഗിക്കാതെ മുഴുവനായും ആറ്റുമണലിൽ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പ്രീമിയം ലക്ഷൂറിയസ് 4BHK വീട് സെയിലിന് വന്നിട്ടുണ്ട്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അറിയുന്നതിനായി വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരം സിറ്റി ലിമിറ്റ്സിനുള്ളിൽ തന്നെ സുപ്രീം ബിൽറ്റ് ക്വാളിറ്റിയിൽ ഒരു വീട് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. മുക്കോല മെയിൻ റോഡിൽ നിന്നും വെറും ഒരു 30 മീറ്റർ മാത്രമാണ് വീട് വരെയുള്ള ദൂരം. 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നുണ്ട്. അത് മാത്രമല്ല വട്ടിയൂർക്കാവ് വഴി വീതി കൂട്ടി വരുന്ന റോഡാണ് നമ്മുടെ ഈ മുക്കോല മെയിൻ റോഡ്. എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം മുഴുവനായും ആറ്റുമണൽ കൊണ്ട് കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു പ്രീമിയം വീടാണിത്. ഒരു സ്ഥലത്ത് പോലും എം സാൻഡോ പി സാൻഡോ പാറപ്പൊടിയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. മുഴുവനായി മണൽ കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു സിറ്റിംഗ് ഏരിയ ലഭിക്കുന്ന സിറ്റ് ഔട്ട് ഏരിയയോട് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു മുറ്റത്ത് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് മുഴുവനായും കല്ലുകളും പുല്ലുകളും ഒക്കെ പായിക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശാലമായ ലിവിംഗ് സ്പേസിലേക്കാണ് എത്തിച്ചേരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഹോളിൽ ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസുമായി സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം ഒരു കോർട്ട്യാർഡും വളരെ മനോഹരമായ ഓപ്പൺ മോഡുലർ കിച്ചണും അവൈലബിൾ ആണ്. വീടിന്റെ പുറമേയും ഉള്ളിലുമായി കാണുന്ന എല്ലാത്തരം വുഡ് വർക്സിനും തേക്ക് തടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വീടിനുള്ള ഇന്റീരിയർ വർക്സ് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ അട്രാക്റ്റീവ് ഡിസൈനിങ്ങിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് സ്പേസിൽ ഒരു സൈഡിലായിട്ട് വലിയൊരു ടി പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ മാത്രം ഏകദേശം 12x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. കാണുന്നത് പോലെ വീടിന്റെ ഇലക്ട്രിക്കൽ വർക്സിനാക്കി വീഗാർഡിന്റെ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് 3 ഫേസ് പവർ സപ്ലൈ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഡൈനിങ് സ്പേസ് ഏരിയയിലേക്ക് വരുമ്പോഴാണ് വീടിനുള്ളിൽ തന്നെ ഏറ്റവും അട്രാക്റ്റീവായ സ്ഥലങ്ങളൊക്കെ വരുന്നത്. ഇവിടെയും ആ ഒരു ലക്ഷൂറിയസ് ഡിസൈൻ 4 സീലിംഗ് വർക്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഏകദേശം 18x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു കോർട്ട്യാർഡ് ഏരിയ ഇവിടെ വരുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള 150 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കോർട്ട്യാർഡ് ഏരിയ ആണിത്. ചെടികളൊക്കെ വച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു പീസ്ഫുൾ അന്തരീക്ഷം തന്നെയാണ്. ഇതിനോടൊപ്പം ഒരു വാഷിംഗ് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വീടിനുള്ളിൽ തന്നെ സ്റ്റെയർകേസ് ഏരിയയുടെ ഭാഗത്തായി മറ്റൊരു വാഷിംഗ് ഏരിയ കൂടെ വരുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിഷസിനും ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസ് ഒന്ന് കാണിച്ചു തരാം. ആകെ മൊത്തം 4 ബെഡ്റൂംസ് അടങ്ങുന്ന ഈ ഒരു വീടുകളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ 4 ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസും 4 സീലിംഗ് വർക്സും അവൈലബിൾ ആണ്. അതിന് പുറമെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിന് ഇൻഡിപെൻഡന്റ് ആയ ഒരു സെപ്പറേറ്റ് ബാൽക്കണി കൂടെ കൊടുത്തിരിക്കുകയാണ്. ഇതേ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. 4 ബെഡ്റൂംസിൽ 3 ബെഡ്റൂംസിലും ഈ കാണുന്ന ബാത്റൂമിന്റെ സിമിലർ സ്പെസിഫിക്കേഷനും സിമിലർ സൈസസും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 4ാമത്തെ ബാത്റൂം വളരെ വലുതായിട്ട് ഇതിന്റെ ഡബിൾ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതിന്റെ 2ാമത്തെ ബെഡ്റൂം കാണിച്ചു തരാം. കാണുന്നത് പോലെ വീടിനുള്ള എല്ലാ ബെഡ്റൂംസും തികച്ച സ്പേഷ്യസുമായി എല്ലാതരം അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്പേസ് എഫിഷ്യന്റ് ആയിട്ട് വോളിനുള്ളിൽ ഇൻബിൽഡ് ചെയ്തിട്ടുള്ള മേക്കപ്പ് ഡെസ്ക് ഉൾപ്പെടെ വരുന്ന ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 14x12 ഫീറ്റ് ഡയമെൻഷനിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തൊട്ടു മുന്നേ കണ്ട ബാത്റൂം പോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിഷസിനും എല്ലാം ജാഗ്വാറിന്റെ മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ തികച്ച സ്പേസ് എഫിഷ്യന്റും അട്രാക്റ്റീവുമായ ആ ഒരു മോഡൽ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. എൻട്രൻസിൽ തന്നെ ഒരു സെർവിംഗ് കൗണ്ടർ ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് നോക്കിയാൽ ഫ്രിഡ്ജും മറ്റ് അപ്ലയൻസസും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാൻ കഴിയുന്ന പ്രൊവിഷൻസ് ഒക്കെ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു യു ഷേപ്ഡ് കൗണ്ടർ സ്ലാബ് വരുന്ന ഈ ഒരു പോർഷനിലായി ഒരു സിങ്കും സ്മോക്ക് ഹൗസിനുള്ള ചിമ്മിനിയും സ്റ്റോറേജ് ഓപ്ഷനുള്ള ധാരാളം ക്യാബിനറ്റ്സും ഒക്കെ തന്നെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എത്ര ബ്യൂട്ടിഫുളും സ്പേസ് എഫിഷ്യന്റുമായാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഇതിനോട് ചേർന്നതിനെ കൊടുത്തിട്ടുള്ള വർക്ക് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായി ഒരു ടോൾ യൂണിറ്റ് കൂടെ അവൈലബിൾ ആണ്. ഇവിടെയും ഒരു എൽ ഷേപ്ഡ് കൗണ്ടർ സ്ലാബും സിങ്കും സ്റ്റോറേജ് ഓപ്ഷനുള്ള ക്യാബിനറ്റ്സും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഡിഷ് വാഷറോ വാഷിംഗ് മെഷീനോ വയ്ക്കാനുള്ള പ്രൊവിഷൻസും ഓൾറെഡി അവൈലബിൾ ആണ്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ഫുള്ളി ഇന്റർലോക്ഡ് ആയ ഒരു ബാക്ക് യാർഡ് ഏരിയയിലേക്കാണ്. കാണുന്നത് പോലെ ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻസിനായുള്ള ധാരാളം പ്രൊവിഷൻസ് ഒക്കെ തന്നെ ഇവിടെ പല സ്ഥലങ്ങളിലായി കൊടുത്തിട്ടുണ്ട്. അടുത്ത ഈ സ്റ്റെയർകേസ് ഏരിയ ജസ്റ്റ് ഒരു സ്റ്റെയർകേസ് ഏരിയ ആയിട്ടല്ല എനിക്ക് തോന്നിയത്. അത്രയ്ക്കും പ്രീമിയം ലെവലിലാണ് ഇത് ഒരുക്കി വെച്ചിട്ടുള്ളത്. സൈഡ് വോളിലായി മാക്സിമം നാച്ചുറൽ ലൈറ്റ് ഇൻടേക്ക് ചെയ്യാനായിട്ട് വലിയൊരു വോൾ ഓപ്പണിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം ഹാൻഡ് റെയിൽസ് മുഴുവനായും തേക്ക് തടിയിലും ഗ്ലാസിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ വന്ന് കയറുന്നത് വളരെ വിശാലമായ ഫസ്റ്റ് ഫ്ലോർ ഹോളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെയല്ല ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് നിങ്ങളുടെ പ്രൈവസിക്കും എന്റർടൈൻമെന്റുമായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. ഇവിടെയും എത്ര അട്രാക്റ്റീവായ 4 സീലിംഗ് ഡിസൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് നോക്കിയേ. ഇനി ഇവിടെ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ഓപ്പൺ സ്പേസ് അവൈലബിൾ ആണ്. ആവശ്യമെങ്കിൽ ഒരു സെക്കൻഡറി TV യൂണിറ്റും വാഷിംഗ് മെഷീനും ഒക്കെ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന പ്രൊവിഷൻസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ആകുമ്പോൾ വളരെ സ്പേഷ്യസ് ആയ ഒരു ഹോളും 2 ബെഡ്റൂംസ് 2 അറ്റാച്ച്ഡ് ബാത്റൂംസും 2 ബാൽക്കണികളുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ കാണുന്ന ആദ്യത്തെ ബെഡ്റൂമിലാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ആ ഒരു സെപ്പറേറ്റ് ആയ പ്രൈവറ്റ് ബാൽക്കണി വരുന്നത്. അതിനോടൊപ്പം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂംസിൽ കണ്ട എല്ലാതരം ഫീച്ചേഴ്സും ഈ ബെഡ്റൂംസിൽ അവൈലബിൾ ആണ്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനും ലൊക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ വഴയിലേക്ക് സമീപം മുക്കോല മെയിൻ റോഡ് സൈഡിലായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതും മുഴുവനായും ആറ്റുമണലിലാണ് കൺസ്ട്രക്ഷൻ പൂർത്തീകരിച്ചിട്ടുള്ളതെന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്രയ്ക്കും പ്രീമിയം ലെവലിൽ സുപ്രീം ബിൽറ്റ് ക്വാളിറ്റിയുള്ള ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷൻ. കാര്യം ഇതുപോലൊരു വീട് ഈ ഒരു പ്രൈസ് റേഞ്ചിന് തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ വേറെ ഉണ്ടാവില്ല
ആവാനേ പോകുന്നില്ല. അതിനോടൊപ്പം വട്ടിയൂർക്കാവ് വഴിയിലെ റോഡൊക്കെ വീതി കൂട്ടുന്ന വർക്കിലാണ്. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഒക്കെ വില എങ്ങനെ മാറുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 24/7 ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ട്രിവാൻഡ്രം സെന്ററിലേക്ക് ഈസിലി ആക്സസിബിളുമായി ഈ ഒരു ലൊക്കേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ഫ്രണ്ട്ലി പീസ്ഫുൾ ലൊക്കേഷൻ തന്നെയാണ്. അതുപോലെ പൂർണ്ണമായും വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ രണ്ടാമത്തെ കോമൺ ബാൽക്കണി. ഈവനിംഗ് ടൈം ഒക്കെ ആകുമ്പോൾ ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഒരു ചായ കുടിച്ച് വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റ് ഏരിയയിലെ വീടും അഡീഷണൽ ആയിട്ട് 150 സ്ക്വയർ ഫീറ്റിലെ കോർട്ട്യാർഡ് ഏരിയയും 4 ബെഡ്റൂംസ് 4 അറ്റാച്ച്ഡ് ബാത്റൂംസ് 2 ബാൽക്കണിയും വരുന്ന ഈ ഒരു സുപ്രീം ബിൽറ്റ് ക്വാളിറ്റിയിലുള്ള 4 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1,40,00,000 രൂപ മാത്രമാണ്. ഈ സ്ലൈറ്റ്ലി നെഗോഷ്യബിളും കൂടിയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും വീട് വിസിറ്റ് ചെയ്യാനുമായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നമ്പർ ഞങ്ങൾ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോ. ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ ഞങ്ങളുടെ പരസ്യം വിൽക്കുവാനായി റൈറ്റ് സൈഡിൽ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.